ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് സുധാകരനെ ക്ഷണിക്കാതിരുന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിന്റെ പ്രതികരണത്തിൽ ഇന്ന് ജി സുധാകരൻ മുൻമന്ത്രി പ്രധാനപ്പെട്ട CPM നേതാവ് മറുപടി നൽകുകയാണ്. അമ്പലപ്പുഴ CPM ഏരിയ സമ്മേളനത്തിൽ ക്ഷണം ലഭിക്കാത്തതിൽ ഒരു വിഷമവുമില്ല എന്ന് ജി സുധാകരൻ പറയുന്നു. 100 സമ്മേളനങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. താൻ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ ഉള്ളയാളല്ല, അതിനാൽ മാറ്റി നിർത്തപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല എന്ന് കൂടി പറയുന്നു ജി സുധാകരൻ. ഘടകത്തിന് തോന്നിയതല്ല, അതിൻ്റെ ഒരു നേതാവ് പറഞ്ഞതാണ്. ഘടകം കൂടി ആലോചിച്ചൊന്നും പറഞ്ഞാൽ അദ്ദേഹം എന്തായാലും പറഞ്ഞത് നമുക്കറിയില്ല. ഓരോരുത്തരുടെയും പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് അതിനെ ആശ്രയിച്ചിരിക്കും. അല്ല, വിഷമം ഉണ്ടായി കാണത്തില്ലേ? എനിക്ക് യാതൊരു വിഷമം ഉണ്ടായില്ല. കാരണം ആലപ്പുഴയിലെ പാർട്ടി അങ്ങോട്ട് ഉണ്ടാക്കിയ പാർട്ടിയല്ലേ. എനിക്ക് വിഷമം ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം 42 വർഷം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും ഏതാണ്ട് 40-45 വർഷം ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ വരുന്ന ഇതുപോലെയുള്ള 100 സമ്മേളനങ്ങൾ ഞാൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് വേണ്ടി യാതൊരു വിഷമമില്ല. രാഗിനാണ് വിവരങ്ങളുമായി. രാഗിൻ, ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ടം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ? ഇപ്പോൾ വീടിന്റെ പടിവാതിക്കൽ നടക്കുന്ന 1 കിലോമീറ്റർ പരിധിയിൽ നടക്കുന്ന സമ്മേളനത്തിൽ പോലും വിളിക്കാതെ, അത്രത്തോളം വയസ്സൊന്നുമായല്ലോ, ഇപ്പൊ പാർട്ടിയുടെ പ്രായപരിധി എന്ന ആ വാതിൽ കടന്നുവെങ്കിലും ഇങ്ങനെ ഒഴിവാക്കപ്പെടുന്നത് എന്തുകൊണ്ട് എന്ന് പുസ്തകവും പാർട്ടി പ്രവർത്തകരും ഒക്കെ ചോദിക്കുമല്ലോ. സ്വാഭാവികമായും അക്കാര്യത്തിൽ എന്താണ് തന്റെ ഭാഗമെന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസറിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണ് ജി സുധാകരന്റെ വാക്കുകൾ. അദ്ദേഹം പറഞ്ഞത് ഇതാണ്, അത് ഘടകം കൂടി പറഞ്ഞതല്ല, അത് ഒരു നേതാവ്, അതായത് ആർ നാസർ പറഞ്ഞ കാര്യങ്ങളാണ്. അത് ശരിയായില്ല എന്ന് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് ഉപയോഗിച്ചതിൽ അബദ്ധം പറ്റി എന്ന കാര്യവും ജി സുധാകരൻ വ്യക്തമാക്കുകയാണ്. ഇതോടൊപ്പം തന്നെ തനിക്ക് ബുദ്ധിമുട്ടുകൾ അത്തരത്തിലില്ല എന്ന കാര്യവും കൂടി ജി സുധാകരൻ വ്യക്തമാക്കുകയാണ്. പല പരിപാടികൾക്കും പോകാറുണ്ട്, 100 സമ്മേളനങ്ങൾ താൻ ഉദ്ഘാടനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ തനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകൾ ഈ പരിപാടികൾക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇതോടൊപ്പം തന്നെ പരിപാടിക്ക് വിളിക്കാത്തതിൽ അത്തരത്തിൽ വിഷമമില്ല എന്ന കാര്യവും കൂടി ജി സുധാകരൻ വ്യക്തമാക്കുകയാണ്. അത് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തിരുന്നത് ഉപരി കമ്മിറ്റിയിലുള്ള ആളാണ്. പക്ഷേ ഈ ഇത്തരത്തിൽ പൊതുസമ്മേളനത്തിൽ വിളിക്കാമായിരുന്നു, പക്ഷേ അത് ഉണ്ടായില്ല. ആ കാര്യമാണ് ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടിയായി പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം ഒരു നേതാവ് പറഞ്ഞത്, അത് മാർക്സിസ്റ്റ് ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഓരോ ആൾക്കാരും ഓരോ കാര്യങ്ങളും പറയുന്നതെന്ന കാര്യവും കൂടി വ്യക്തമാക്കുന്നു. അതായത് സംസ്ഥാന സെക്രട്ടറി തന്നെ ഇക്കാര്യം ഓൺ ചെയ്തിട്ടില്ല എന്ന കാര്യമാണ് ജി സുധാകരൻ പറയുന്നത്. ഇതോടൊപ്പം തന്നെ KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ച അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലും ജി സുധാകരൻ വ്യക്തമാക്കി. അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയതിൽ എന്താണ് തെറ്റ്, അല്ലെങ്കിൽ തന്നെ വന്ന് കണ്ടതിൽ എന്താണ് തെറ്റ്, അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചോദ്യം ചെയ്യേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തിയാൽ ഏതെങ്കിലും ചാരിത്രം നഷ്ടപ്പെട്ടു പോകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളും ജി സുധാകരൻ ചോദിക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഒരു പൊതുവേദിയിൽ പ്രസംഗിക്കുന്നുണ്ടായിരുന്നല്ലോ, തന്നെ വാതിൽ തുറന്നെത്തി സ്വീകരിച്ചു. മനസ്സുകൊണ്ട് ജി സുധാകരനും ഭാര്യയും ഒക്കെ BJPയുടെ ഭാഗമായി കഴിഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കടത്തി പറയുന്നുണ്ടായിരുന്നല്ലോ. അക്കാര്യത്തിൽ എന്ത് തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ബി ഗോപാലകൃഷ്ണൻ കടത്തിപ്പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജി സുധാകരൻ നേരിട്ടത്. ജി സുധാകരൻ പറഞ്ഞത് 1 വർഷം മുൻപ് ഒരു പുസ്തകം തരുന്നതിന്റെ ഭാഗമായിട്ടാണ് തന്നെ വന്ന് കണ്ടത്. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ കേട്ടാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ തോന്നും എന്നാണ് ജി സുധാകരൻ പറഞ്ഞത്. അല്ലെങ്കിൽ താൻ ഏതെങ്കിലും BJPക്കാരനെ തന്റെ വീട്ടുപടിക്കൽ അല്ലെങ്കിൽ വീട്ടിൽ കയറ്റുമോ എന്ന ചോദ്യമാണ് ജി സുധാകരൻ ഉന്നയിച്ചത്. പിന്നീട് അദ്ദേഹം അതിൽ ചില മയപ്പെടുത്തലുകൾ നടത്തിയെങ്കിലും ആദ്യ പ്രതികരണം എന്ന നിലയിൽ അതാണ് വന്നത്. അതായത് BJP നേതാവ് ബി ഗോപാലകൃഷ്ണന്റെ പ്രതികരണത്തോട് കടുത്ത ഭാഷയിൽ തന്നെയാണ് ജി സുധാകരൻ പ്രതികരിച്ചത്. ഏതെങ്കിലും BJPക്കാരനെ അല്ലാതെ തന്റെ വീട്ടിൽ കയറ്റുമോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നീട് അദ്ദേഹം അതിൽ മയപ്പെടുത്തുന്ന നില ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇതാണ് പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കപ്പെട്ട ഒരു കാര്യം. ഇതോടൊപ്പം തന്നെ KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് നടത്തിയ ആ ഒരു കാഴ്ച, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ജി സുധാകരൻ മറുപടി പറഞ്ഞു. ജി സുധാകരൻ പറഞ്ഞത് അത്തരത്തിൽ കണ്ടതിൽ എന്താണ് കുറ്റം, അല്ലെങ്കിൽ എന്താണ് കുഴപ്പം, ഇത്തരത്തിൽ 30 വർഷമായി തനിക്ക് പരിചയമുണ്ട്, ഏതെങ്കിലും ദുരുദ്ദേശം, 2 നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ദുരുദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ കുഴപ്പം കാണേണ്ടതുള്ളൂ. മാത്രമല്ല തന്നെ അവിടേക്ക് ക്ഷണിക്കാൻ മണ്ടനല്ല KC, താൻ അദ്ദേഹത്തെ ക്ഷണിക്കാനും അത്ര മണ്ടനല്ല എന്ന കാര്യമാണ് ജി സുധാകരൻ പറഞ്ഞത്. പക്ഷേ ആലപ്പുഴ ജില്ലാ നേതൃത്വത്തിനുള്ള ഒരു കൃത്യമായിട്ടുള്ള മറുപടി കൂടിയാണ് ജി സുധാകരന്റെ വാക്കുകളായി മുന്നോട്ട് വന്നത്. ആലപ്പുഴ ജില്ലാ നേതൃത്വം ഏരിയ സമ്മേളനത്തിൽ വീട്ടുപടിക്കൽ ഏരിയ സമ്മേളനത്തിൽ ഉൾപ്പെടെ ക്ഷണിക്കാത്തതിലെ അനിഷ്ടം വ്യക്തമാക്കുന്ന വാക്കുകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഉണ്ട് എന്നതാണ് രാഗിൻ നൽകുന്ന വിവരം.